നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതവും ഏകാദശിയും ഒത്തുചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസമാണ്. രാത്രി 12 മണിക്ക് മുൻപായി വളരെ ലളിതമായ ഈ ഒരു വസ്തു എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു നോക്കൂ. ചിങ്ങമാസം 1-ാം തീയതിക്ക് തലേന്ന് തന്നെ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും വർഷം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. പൊതുവായി ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസവും കൂടാതെ ഒരു മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും പണവശ്യത്തിനായി നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട വസ്തുക്കളെക്കുറിച്ച് ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും ഓഗസ്റ്റ് 16 വരലക്ഷ്മി വ്രതവും ഏകാദശിയും ഒത്തുചേർന്നു വരുന്ന അത്ഭുതകരമായ ദിവസമാണ്. ഈ ദിവസത്തിൽ ഇനി പറയാൻ പോകുന്ന വസ്തുക്കളിൽ കുറഞ്ഞപക്ഷം ഒന്നെങ്കിലും ഒന്ന് വാങ്ങി നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവരവ് ഉണ്ടാകുന്നതാണ്. ഇനി ഈ പറയുന്ന എല്ലാ വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് എല്ലാം വാങ്ങാവുന്നതാണ്. ഇനി വാങ്ങേണ്ട ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ വസ്തുക്കൾ ഓഗസ്റ്റ് 16 രാവിലെ 6 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി ഇത് വാങ്ങുമ്പോൾ രാഹുകാലം ഒഴികെയുള്ള സമയത്ത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച ദിവസം രാഹുകാലം വരുന്നത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഇനി ഈ വസ്തുക്കൾ വാങ്ങുവാൻ ഉത്തമമായ സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശുക്രഹോരയിൽ വാങ്ങുന്നത് അതിവിശേഷമാണ്. വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുമാണ്. ഈ പറഞ്ഞ 3 സമയത്തിൽ ഏത് സമയത്തും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താലോ കാരണത്താലോ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇനി പറയുന്ന വസ്തുക്കൾ വാങ്ങാവുന്നതാണ്. ഇനി വാങ്ങേണ്ട ഒന്നാമത്തെ വസ്തു ഏതാണെന്നാൽ അത് കല്ലുപ്പാണ്. ജലമാണിക്യം, സമുദ്ര സ്വർണം എന്നിങ്ങനെ കല്ലുപ്പിന് ശാസ്ത്രത്തിൽ നിരവധി പേരുകളുണ്ട്. മാത്രമല്ല ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്ന ഒരു വസ്തു കൂടിയാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കല്ലുപ്പ് ഉണ്ടെങ്കിലും വരലക്ഷ്മി വ്രത ദിവസം തീർച്ചയായും ഒരു പാക്കറ്റ് കല്ലുപ്പെങ്കിലും വാങ്ങേണ്ടതാണ്. കല്ലുപ്പ് വാങ്ങിയതിന് ശേഷം ആ പാക്കറ്റ് പൊട്ടിക്കാതെ നിങ്ങളുടെ പൂജാമുറിയിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അരമണിക്കൂറിന് ശേഷം നിങ്ങളുടെ കിച്ചണിലേക്കോ അല്ലെങ്കിൽ സാധനങ്ങൾ നിങ്ങൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ എടുത്തു വെക്കാവുന്നതുമാണ്. വരലക്ഷ്മി വ്രത ദിവസം കല്ലുപ്പ് വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കല്ലുപ്പ് വാങ്ങുവാൻ ആരും മറന്നു പോകരുത്. ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് അച്ചാറ്. ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും പ്രിയപ്പെട്ടതാണ് അച്ചാർ. ആരുടെ വീട്ടിലാണോ അച്ചാർ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ സമ്പത്തിന്റെ പെരുമഴയുണ്ടാകുന്നതാണ്. ഇനി അച്ചാർ വകയിൽ ഏതെങ്കിലും വളരെ വിശേഷപ്പെട്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. നെല്ലിക്ക അച്ചാർ വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നെല്ലിക്ക അച്ചാർ കിട്ടിയില്ല എങ്കിൽ മാത്രം നിങ്ങൾക്കിഷ്ടമുള്ള ഏതച്ചാറും വാങ്ങാവുന്നതാണ്. ഇനി വാങ്ങിയ അച്ചാർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കിച്ചണിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ വെക്കാവുന്നതാണ്. ഇനി മൂന്നാമതായി വാങ്ങേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് മാതള നാരങ്ങ. പൊതുവായി മാതള മരത്തിന്റെ വേര്, ഇല, പൂവ്, കായ ഇവയ്ക്കെല്ലാം പണവശ്യശക്തി വളരെ കൂടുതലാണ്. മാത്രമല്ല ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും പ്രിയപ്പെട്ട പഴമാണ് മാതള നാരങ്ങ. ഇതുകൂടാതെ വരാഹി അമ്മയ്ക്കും പ്രിയപ്പെട്ട പഴമാണ് മാതളപ്പഴം. ഇനി മാതളപ്പഴം വാങ്ങുമ്പോൾ ഒരേയൊരു മാതളപ്പഴം വാങ്ങിയാൽ മതിയാകും. ഇനി മാതളപ്പഴം വാങ്ങി അതിന്റെ മുത്തുകളായി അടർത്തിയെടുത്ത് അതിൽ കുറച്ച് തേൻ ചേർത്ത് സന്ധ്യാസമയത്ത് അതായത് 6 മണി മുതൽ രാത്രി 9 മണിക്കുള്ളിൽ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വരാഹി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ ഇത് സമർപ്പിക്കാവുന്നതാണ്. വരലക്ഷ്മി വ്രത ദിവസം തേൻ കലർന്ന ഈ മാതള നാരങ്ങ ലക്ഷ്മി ദേവിക്കോ അല്ലെങ്കിൽ വരാഹി അമ്മയ്ക്കോ നൈവേദ്യമായി സമർപ്പിക്കുന്നതിലൂടെ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഇനി വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വരാഹി അമ്മയുടെ ഫോട്ടോയും ഉണ്ട് എങ്കിൽ രണ്ടുപേരുടെയും ഫോട്ടോയ്ക്ക് മുൻപാകെ ഇത് സമർപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സമർപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് പച്ചരി.
പൊതുവായി വെള്ളിയാഴ്ച ദിവസം അരി വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ധാന്യലക്ഷ്മി നിരന്തരമായി വസിക്കുന്നതാണ്. ഇനി പച്ചരി ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി വാങ്ങാവുന്നതാണ്. ഇനി ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിലും ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം, അതായത് വരലക്ഷ്മി വ്രത ദിവസം, കുറഞ്ഞത് 1 കിലോ അരിയെങ്കിലും വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇനി അരി വാങ്ങി ഡയറക്റ്റ് നിങ്ങളുടെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ എടുത്തു വെക്കാവുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പണവശ്യ താന്ത്രിക വസ്തുവാണ് പച്ചക്കർപ്പൂരം. ഇനി പച്ചക്കർപ്പൂരം വളരെ കുറച്ച് വാങ്ങിയാൽ മതിയാകും. അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം വാങ്ങി നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. പണപ്പെട്ടിയിലോ അലമാരയിലോ ഹാൻഡ് ബാഗിലോ മണി പേഴ്സിലോ വെക്കുക. ഇനി പച്ചക്കർപ്പൂരം പണപ്പെട്ടിയിൽ വെക്കുമ്പോൾ പണത്തിന് മുകളിലായിട്ട് വേണം വെക്കുവാൻ. ഏതു വസ്തുവിന്റെ കൂടെയാണോ പച്ചക്കർപ്പൂരം വെക്കുന്നത് അത് 10 മടങ്ങായി ഇരട്ടിച്ച് നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നതാണ്. അടുത്തതായി വാങ്ങേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് മഞ്ഞളും കുങ്കുമവും. മഞ്ഞൾ വാങ്ങുമ്പോൾ ഉണക്കമഞ്ഞൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഉണക്കമഞ്ഞൾ വാങ്ങുവാൻ സാധിക്കാത്തവർക്ക് മഞ്ഞൾ പൊടിയും വാങ്ങാവുന്നതാണ്. ഇനി പച്ചമഞ്ഞൾ വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് പച്ചമഞ്ഞളും വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി മഞ്ഞൾ വാങ്ങുമ്പോഴും വളരെ കുറച്ച് മാത്രം വാങ്ങിയാൽ മതിയാകും. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് പഞ്ചസാര. ഇനി പഞ്ചസാര ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമോ അല്ലെങ്കിൽ പനം കൽക്കണ്ടമോ വാങ്ങാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ ശർക്കരയും വാങ്ങാവുന്നതാണ്. ഈ പറഞ്ഞ വസ്തുക്കളിൽ പ്രധാനമായും വെളുത്ത നിറത്തിലുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടമോ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ള നിറവും മധുര രുചിയും ശുക്രഭഗവാന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ള നിറവും മധുര രുചിയും ചേർന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടമോ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാരയോ കൽക്കണ്ടമോ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരുന്നതിലൂടെ പണവരവിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് പിടിച്ച മധുരമുള്ള കാര്യങ്ങളും ഇതിലൂടെ നടക്കുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് ശുക്രഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട വെള്ളപ്പയർ. പഞ്ചസാരയും ഈ വെള്ളപ്പയറും വാങ്ങി അരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷമേ ഇത് തിരികെ നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവൂ. ഇനി സാധിക്കുന്നവരെല്ലാവരും നാളെ തന്നെ ഈ വെള്ളപ്പയർ വാങ്ങി വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് വേവിച്ച് ചുണ്ടലുണ്ടാക്കി അത് ലക്ഷ്മി ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ്. പിന്നീട് പ്രസാദമായി ഇത് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളപ്പയർ വാങ്ങാൻ സാധിക്കുന്നവരെല്ലാവരും ഈ വെള്ളപ്പയർ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി അവസാനമായി വാങ്ങേണ്ട വസ്തുവാണ് ഏലയ്ക്ക. താന്ത്രികപരമായി ജനവശ്യത്തിനും പണവശ്യത്തിനും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുത്തുന്ന വസ്തുവാണ് ഏലയ്ക്ക. കുറഞ്ഞത് ഒരു ചെറിയ പാക്കറ്റിലെ, അതായത് 6 എണ്ണം വരുന്ന ചെറിയ പാക്കറ്റിലെ ഏലക്കയെങ്കിലും വാങ്ങുക. ഇനി അതല്ല അതിൽ കൂടുതൽ ഏലക്ക നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വാങ്ങാൻ സാധിക്കുന്നത് അത്രയും അളവിൽ വാങ്ങുക. വാങ്ങിയ ഏലയ്ക്ക അരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം പിന്നീട് അതിൽ നിന്നും 2 ഏലയ്ക്ക നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. ചിലർ അലമാരയിലായിരിക്കും പണം വെക്കുന്നത്. ഇനി അതല്ല മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെക്കാവുന്നതാണ്. ഇനി കിച്ചണിൽ ഏതെങ്കിലും ഒരു ടിന്നിലാണ് നിങ്ങൾ പണം ഇട്ട് വെക്കുന്നതെങ്കിലും അവിടെയും ഈ ഏലയ്ക്ക വെക്കുക. ബാക്കിയുള്ള ഏലയ്ക്ക കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ വസ്തുക്കളിൽ നിങ്ങളെ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന വസ്തു ഏതാണോ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി ഇതെല്ലാം വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് എല്ലാ വസ്തുക്കളും വാങ്ങി ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അതിലൂടെ ചിങ്ങമാസം മുതൽ അടുത്ത 1 വർഷക്കാലം നിങ്ങളുടെ വീട്ടിൽ പണത്തിന് യാതൊരു മുട്ടും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.